ഒരു അടിയോ ഫൈറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഇതൊന്നും ഇത് രോമാഞ്ചം കൊള്ളേണ്ട പല സീനാണ്. അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാം ഇതൊരു വലിയൊരു വൻ വിജയമാകും. കാരണം ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിന് എതിർത്തുള്ള സിനിമയല്ല നമ്മൾ കാണണം. ഈ വാർത്തകളൊന്നും നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. ഇന്ന ഭാഗം നമുക്ക് അനുകൂലമാണ്, ഇന്ന ഭാഗം നമ്മൾ. പക്ഷെ ടോട്ടലി സിനിമ അങ്ങനെ ആർക്കും അനുകൂലമല്ല, ആർക്കും അങ്ങനെ പ്രതികൂലമല്ല. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഉറപ്പാണ്. ഹൈ ഫീൽ കിട്ടും. 2-3 സീൻസ് കിട്ടും. എന്താണോ അതുപോലെ ഒരു ഡ്രാമയാണ്. കുറച്ച് അണ്ടർവേൾഡ് സംഭവം അതൊക്കെ കുറച്ച് കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നോർമൽ ഒരു ആവറേജ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കോൺഗ്രസ്സുകാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ഓരോരുത്തർ പേസക്കാരുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യാം, കോൺഗ്രസിന് വോട്ട് ചെയ്യാം. പക്ഷെ ആർക്ക് ചെയ്താലും ഈ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഇലക്ഷൻ ലക്ഷ്യം വെച്ച് ഇറക്കിയ സിനിമയാണ്. മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈറസ് പാർട്ടി, ആ പാർട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ആർക്ക് വേണ്ടി വോട്ട് ചെയ്താലും അവർക്ക് വോട്ട് ചെയ്താൽ കേരളം നശിക്കും. ആ ഒരു ലെവലിലെ പടം മെസ്സേജായിട്ട് കൊണ്ടുവരും. നിവിൻ പോളി കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് നമ്മളെല്ലാം ആഘോഷമാക്കിയ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയെ കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ആണെങ്കിൽ കറുത്ത ഷർട്ട് മാത്രമല്ല ചുവന്ന ഷർട്ടും അദ്ദേഹം ഇടുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പം അത് ഇതാണ്. പക്ഷെ ഇത് വീണ്ടും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉൾപാർട്ടി രാഷ്ട്രീയം, അഭിപ്രായ ഭിന്നത ഇതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കോൺഗ്രസിലെ മാത്രമായിട്ട് മറ്റു പാർട്ടിയെ അങ്ങനെ ഒന്നും ഡയറക്റ്റായിട്ട് പറയുന്നില്ല. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാം ഇവിടെ ആരാണ് ഭരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പൊപ്പകണ്ട ഈ ഒരു ഇലക്ഷൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ എടുക്കാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാളും മരിച്ചുപോയ മനുഷ്യനാണ് പലരും ഭയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനെ പറയാം. അത് ഇതിനകത്ത് എന്തുകൊണ്ട് ഇനി അവരുടെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മോശക്കാരനായി കാണിക്കാൻ നിർത്തിയ ബാറുകളെക്കാളും സങ്കടത്തിൽ നമുക്ക് ഇന്നൊരു ആവാം എന്ന് പറയുന്നതടക്കം എൻ്റെ അഴിമതി എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ പ്രതിച്ഛായ ഇതാണ് സമൂഹത്തിന് മുന്നിൽ. പക്ഷെ ഒരു സ്ത്രീപീഡന കേസ് വന്നു കഴിഞ്ഞാൽ അഴിമതി കേസുകൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് പറഞ്ഞു നിൽക്കാൻ എന്താ പറയുക, നമുക്ക് അവർ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ. പക്ഷെ ഒരു 10 ദിവസം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങനെ അതിനകത്ത് ഇതും പറയുന്നുണ്ട്. പിന്നെ മരണപ്പെട്ടതിന് ശേഷം ഈ കല്ലറയിൽ ആരും വന്നില്ല, ആൾക്കാർ വന്നില്ല എന്ന് പറയുകയും പക്ഷെ പിന്നീട് അത് മാറ്റി ഇതും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ജീവിതത്തിൽ നടന്ന വിലാപയാത്രയെയും പള്ളിയിലെ മരണാനന്തര ചടങ്ങുകൾക്ക് തടിച്ചുകൂടിയ ജനങ്ങളെയും അതിനുശേഷവും കല്ലറയിൽ തടിച്ചുകൂടിയ ജനങ്ങളെ എന്നൊക്കെ ലിങ്ക് ചെയ്ത് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അത് പിന്നീട് സിനിമയിൽ തന്നെ അതൊരു വേറെ രീതിയിൽ പിന്നെ അത് പറയുന്നുണ്ട് അവരാണെങ്കിൽ. അപ്പം രാഷ്ട്രീയം എല്ലാം ഒന്ന് പച്ചയ്ക്കായി ഇതിനകത്ത് പറയുന്നുണ്ട്.